ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അപർണ. ദിസ് ഈസ് മൈ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിടുന്ന ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണിത്. ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ചെയ്യണത്. യൂട്യൂബിൽ എന്തെങ്കിലും ലൈക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണത്. ഇങ്ങനെ തീംസൊക്കെ കുറേ അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ടുഡേയ്സ് വിഷു. അപ്പോൾ ഞാൻ വിചാരിച്ചു വിഷു അല്ലേ, വിഷുവായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലൈക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ്സ് വൈ മൈ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഇസ് ബേസ്ഡ് ഓൺ വിഷു. സോ ആദ്യമേ തന്നെ പറയാം, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ. സോ ഐ വിഷ് എവ്രി വൺ ഹാപ്പി വിഷു. ആക്ച്വലി നമ്മൾ ഈ വിഷു സെലിബ്രേറ്റ് ചെയ്യണത് എന്തിനാ, അല്ലെങ്കിൽ വൈ ഡു വി സെലിബ്രേറ്റ് വിഷു, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ദ റീസൺ ബിഹൈൻഡ് സെലിബ്രേറ്റിംഗ് വിഷു നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറി. സോ ഞാൻ ഇന്നിവിടെ ആ ഒരു സ്റ്റോറി റിപ്പീറ്റ് ചെയ്യുന്നില്ല, ബിക്കോസ് ഐ നോ എവ്രി വൺ അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. എവ്രി വൺ മസ്റ്റ് ബി നോയിങ് ദറ്റ് സ്റ്റോറി. സോ ഐ വിൽ നോട്ട് റിപ്പീറ്റ് ഓർ ടെൽ യു ഐ ഡു വി സെലിബ്രേറ്റ് വിഷു. ബട്ട് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ വിഷുവിലെ ഒരു ഫാക്ടർ അത് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളൊരു ഫാക്ടർ. ബിക്കോസ് എനിക്കും അറിയില്ലായിരുന്നു ശരിക്കും അതെന്തിനായിരുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം നമ്മൾ യൂസ് ചെയ്യണമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. റീസെൻ്റ്ലി ആണ് ഞാനിത് അറിഞ്ഞത്. അപ്പോൾ അറിഞ്ഞപ്പോൾ ഐ തോട്ട് ഇറ്റ് ഈസ് വർത്ത് ഷെയറിങ്. അപ്പോൾ അങ്ങനെ അത് പറയാം ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ. സോ എല്ലാവർക്കും ഒന്നും കൂടി നമസ്കാരം. സോ വിൽ മൂവ് ഓൺ. സോ ആക്ച്വലി ഞാൻ പറയാൻ വന്നത്, വാട്ട് ഐ വാസ് ട്രൈങ് ടു സേ ഈസ്, നമ്മൾ വിഷുവിന് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ പൂക്കൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ, ലൈക്ക് വെൻ വി ഡെക്കറേറ്റ് അവർ വിഷു with fruits, flowers, everything we decorate and we keep it in front of God. In that we keep a flower, yellow color flower. ഒരു മഞ്ഞ കളറിലുള്ള കണിക്കൊന്ന എന്ന പേരിലുള്ളൊരു പൂ നമ്മൾ അതിൽ വെക്കും. നമ്മൾ ആക്ച്വലി എന്തിനാണ് ആ പൂ വെക്കണേ? ലൈക്ക് ഡസ് എനിവൺ നോ വൈ ഡു വി കീപ് ദാറ്റ് ഫ്ലവർ? മേ ബി കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, അറിയാത്ത കുറച്ച് പേരും കാണും. ഈ ഒരു സ്റ്റോറി ഞാൻ കേട്ടപ്പോൾ ഐ ഫെൽറ്റ് വർത്ത് ഷെയറിങ്. അതാണ് ഞാനിത് ഷെയർ ചെയ്യണേ. പണ്ട് കാലത്ത് രാമായണമൊക്കെ നടക്കുന്ന ഒരു ടൈമിൽ, ഓൾഡൻ ഡേയ്സ്, വെൻ രാമായണ, ദ സ്റ്റോറി ഓഫ് രാമായണ വാസ് ഹാപ്പനിങ്, മീൻസ് വെൻ ഇറ്റ് വാസ് റാംസ് ടൈം. ദാറ്റ് ടൈം അന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അതിലെ ഒരു ഇൻസിഡൻ്റ് ആണിത് ആക്ച്വലി. ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരന് ബാലി, സുഗ്രീവൻ എന്ന് പറഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മുടെ രാമായണത്തിൽ. സോ ഇൻ രാമായണ ടു ക്യാരക്ടേഴ്സ്, ബാലി ആൻഡ് സുഗ്രീവ. മെനി ക്യാരക്ടേഴ്സ്, ഒത്തിരിയും പേരുണ്ട് അതിൽ. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് സ്റ്റോറിയാണ് ഞാൻ നറേറ്റ് ചെയ്യണേ. നറേറ്റിംഗ് ഓൺലി എ പോർഷൻ ഫ്രം ദാറ്റ് വിച്ച് റിലേറ്റ്സ് ടു വിഷു. സോ ആക്ച്വലി എവ്രി വൺ മസ്റ്റ് ബി നോയിങ് ബാലി, സുഗ്രീവ. എല്ലാവർക്കും ബാലി, സുഗ്രീവനെ അറിയുന്നുണ്ടാവും. ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരൻ ബാലിയുമായിട്ട് ഒരു യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. So once upon a time, this demon wanted to have a fight with Bali. അപ്പോൾ എന്ത് ചെയ്തു? ദാറ്റ് ടൈം വാട്ട് ഹാപ്പൻഡ്, എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ അസുരൻ വന്നിട്ട് ബാലിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിൻ്റെ കൂടെ യുദ്ധം ചെയ്യണം, ഐ വോണ്ട് ടു ഫൈറ്റ് വിത്ത് യു. And that demon came and said, I want to fight with you to Bali. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ബാലി എഗ്രി ചെയ്തു. ഓക്കെ, ഹി ഈസ് കോളിംഗ് മീ ഫോർ എ ഫൈറ്റ്, ഐ ആം the very powerful person, I will fight him. അങ്ങനെ ഒരു ഇതിൽ he actually agreed for that fight. So ഫൈറ്റിനൊക്കെ എഗ്രി ചെയ്തിട്ട് ഫൈറ്റിന് പോകാൻ നേരത്ത്, ബിഫോർ ഗോയിങ് ടു ദ ഫൈറ്റ്, he said to his brother സുഗ്രീവ, അതായത് ബാലി സുഗ്രീവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു യുദ്ധത്തിന് പോവുകയാണ്, ആ അസുരൻ എന്നെ വിളിച്ചിരുന്നു യുദ്ധത്തിന്, ഞാൻ അസുരൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ പോവാണ്. സോ he told that demon called me and I will be going for a fight with that demon, a battle with that demon. അങ്ങനെ വന്നു. അതിനുശേഷം he said that we are going and having the fight inside a cave. ഒരു ഗുഹയ്ക്കുള്ളിലാണ് ഞങ്ങൾ പോയിട്ട് ഫൈറ്റ് ചെയ്യാൻ പോണത്. Then he said
if milk comes from that cave's door outside, അതായത് ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പാൽ ഒഴുകി വരികയാണെങ്കിൽ, if milk is coming outside from that cave, that means I am dead. അതായത് പാൽ ഒഴുകി വരികയാണെങ്കിൽ ഞാൻ മരിച്ചു എന്നാണ് അർത്ഥം. അതർവൈസ് if blood is coming outside from that cave, ആ കേവിൽ നിന്ന് രക്തമാണ് പുറത്തേക്ക് വരണമെങ്കിൽ, it means that the demon is dead. അതിൻ്റെ അർത്ഥം ആ ഡീമണാണ്, ആ അസുരനാണ് മരിച്ചുപോയത് എന്ന് ബാലി സുഗ്രീവനോട് പറയും. സോ ദിസ് ഈസ് വാട്ട് ബാലി ഈസ് ടെല്ലിംഗ് ടു സുഗ്രീവ. ആൻഡ് ദെൻ ഇതിന് ശേഷം അവർ ദേ സ്റ്റാർട്ട്സ് ഫൈറ്റിങ്. അപ്പോൾ ഫൈറ്റൊക്കെ ഇങ്ങനെ നടന്നു, കുറേ നാളിങ്ങനെ ഫൈറ്റൊക്കെ നടന്നപ്പം ഈ ഫൈറ്റ് ചെയ്യണതിന് മുന്നേ, ഈ പാല് വരുന്നു രക്തം വരണു എന്ന് പറഞ്ഞതിന് മുന്നേ, after he said that milk will come or the blood will come, after he saying that, he said, if milk is coming, which means I am dead. അതായത് പാല് വരുമ്പോൾ ഞാൻ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻ ദാറ്റ് കേസ് യു വിൽ ബി ദ നെക്സ്റ്റ് കിങ്. അങ്ങനെ വരുവാണെങ്കിൽ സുഗ്രീവനാണ് അടുത്ത രാജാവ്. അപ്പോൾ സുഗ്രീവൻ വേണം നമ്മുടെ രാജ്യം ഭരിക്കാൻ. ആൻഡ് ഹീസ് ഹാവിങ് എ വൈഫ്, അതായത് ബാലിക്ക് ഒരു ഭാര്യയുണ്ട്. സോ സുഗ്രീവൻ്റെ അടുത്ത് പറഞ്ഞു, നീ എൻ്റെ ഭാര്യയും എല്ലാം നീ വേണം നോക്കാൻ, രാജ്യവും നീ വേണം നോക്കാൻ. സോ ഹി ടോൾഡ്, you have to take care of everything, including my wife, my family, our kingdom, and everything should be taken care by you. അപ്പോൾ സുഗ്രീവൻ എഗ്രി ചെയ്തു. സുഗ്രീവൻ said, okay, I will do what my brother is telling. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ദിസ് ബാലി ആൻഡ് ദ demon started fighting. ഇവർ തമ്മിൽ വലിയ ഫൈറ്റ് ഉണ്ടായി. ലോങ് പീരീഡ് ഓഫ് ടൈം ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ വൺ ഡേ ആ കേവിൽ നിന്ന് മിൽക്ക് വന്നു. അതായത് ദാറ്റ് മീൻസ് വൺ ഡേ ഫ്രം ദാറ്റ് കേവ് മിൽക്ക് സ്റ്റാർട്ടഡ് കമ്മിങ്, ബിക്കോസ് ദ ബാറ്റിൽ വാസ് ഗോയിങ് ഓൺ ഫോർ എ ലോങ് ടൈം. ദെൻ സുഗ്രീവ സോ ദാറ്റ് മിൽക്ക് ഈസ് കമ്മിങ്. സോ ഹി തോട്ട് ഹിസ് ബ്രദർ ബാലി ഈസ് ഡെഡ്. പാല് വരാൻ തുടങ്ങിയപ്പോൾ സുഗ്രീവൻ വിചാരിച്ചു, എൻ്റെ ചേട്ടൻ മരിച്ചു, എൻ്റെ ചേട്ടനെ അസുരൻ കൊന്നു. സോ വാട്ട് ഹി ഡിഡ്, ഹി കവേർഡ് ദാറ്റ് എൻറ്റയർ കേവ് വിത്ത് എ ബിഗ് റോക്ക്. ഒരു വലിയ പാറക്കഷ്ണം എടുത്തിട്ട് ആ ഗുഹ മൊത്തം മൂടി കവർ ചെയ്ത് കഴിഞ്ഞിട്ട് സുഗ്രീവൻ രാജാവായിട്ട് രാജ്യം ഭരിക്കാൻ തുടങ്ങി. ആഫ്റ്റർ ദാറ്റ് ഹി സ്റ്റാർട്ടഡ് റൂളിങ്, ബിക്കോസ് ബ്രദർ ടോൾഡ് ഇഫ് ഹി ഈസ് ഡെഡ് then I should be the king. So thinking like this, Sugriva started taking care of the kingdom. അങ്ങനെ ഇരുന്നു. ഒരു ദിവസം വന്നപ്പോൾ സുഗ്രീവൻ നോക്കിയപ്പോൾ ബാലി കൊട്ടാരത്തിലേക്ക് വരുന്നു. So one day when he is looking, he saw that Bali is coming into that palace. അപ്പോൾ സുഗ്രീവൻ വിചാരിച്ചു, ഹേ ഹൗ കം ബാലി എങ്ങനെ വരാനാ, ബാലി മരിച്ചതല്ലേ, ബാലിയുടെ അല്ലേ അവിടെ ബ്ലഡ് കണ്ടത്, പിന്നെ ബാലി ജീവിച്ചിരിപ്പില്ലല്ലോ, പിന്നെ എങ്ങനെയാണെന്ന് വിചാരിച്ചു. സോ ഹി തോട്ട്, അരെ ദാറ്റ് മിൽക്ക് കെയിം, സോ ദാറ്റ് മീൻസ് ബാലി ഈസ് ഡെഡ്, ദെൻ ഹൗ കം ബാലി ഈസ് കമ്മിങ് ഇൻ ടു ദ പാലസ്. സോ ഹി ഗോട്ട് കൺഫ്യൂസ്ഡ്. സോ ബാലി വരുന്ന കണ്ടപ്പോൾ സുഗ്രീവൻ കൺഫ്യൂസ്ഡ് ആയി. സുഗ്രീവൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയായി. ദെൻ വാട്ട് ഹാപ്പൻഡ്, അതിന് ശേഷം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഹി സ്റ്റാർട്ടഡ് എൻക്വയറിങ്, അതായത് ബാലിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് നടന്നത്. So he told to his brother that milk came, then I closed the door and everything he said to his brother. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലി ഇതൊന്നും വിശ്വസിക്കണില്ല. സോ ഹിയറിംഗ് ദിസ് ബാലി is not even ready to accept or hear it. He is telling what Bali thought was that Sugriva wanted the kingdom, Sugriva wanted his wife and everything. So that is why he purposefully covered that entire cave with a big rock. ബാലി വിചാരിച്ചു ഭാര്യയെ വേണം, അല്ലെങ്കിൽ രാജ്യം മൊത്തം വേണം എന്ന് വിചാരിച്ചിട്ട് സുഗ്രീവൻ മനഃപൂർവ്വം ആ ഗുഹ അടച്ചതെന്നാണ് ബാലിയുടെ മനസ്സിൽ. സുഗ്രീവൻ എത്ര പറഞ്ഞിട്ടും ബാലി കേൾക്കുന്നില്ല. സോ ഹൗ മെനി ടൈംസ് സുഗ്രീവ വാസ് എക്സ്പ്ലെയിനിങ്, ബാലി വാസ് നോട്ട് അറ്റ് ഓൾ റെഡി ടു ലിസൺ. അങ്ങനെ ഇരുന്നപ്പോൾ ഇവർ തമ്മിൽ വഴക്കായി. ബ്രദേഴ്സാണ്, ഒരേ അമ്മയിൽ ജനിച്ച രണ്ട് ബ്രദേഴ്സാണ്, പക്ഷെ ഇവർ തമ്മിൽ വഴക്കായി. അതിനുശേഷം സുഗ്രീവൻ എന്ത് ചെയ്തു, ഭഗവാന്റെ അടുത്ത് ചെന്ന് വന്നു. അതായത് ലോർഡ് രാമചന്ദ്രൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ലയോ ഭഗവാനെ ഇങ്ങനെയാണ് സംഭവം, പറഞ്ഞിട്ട് കേൾക്കണില്ല, ചേട്ടൻ കേൾക്കണില്ല എന്നൊക്കെ വിഷമം പറഞ്ഞു. സോ ഹി വെന്റ് ടു ലോർഡ് രാമചന്ദ്ര ആൻഡ് ഹി സെഡ്, ഓ ലോർഡ്, മൈ ബ്രദർ ഈസ് നോട്ട് ലിസണിങ് ടു മീ, ഹി ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് മീ, വാട്ട് ഷാൽ ഐ ഡു? ദെൻ ഹി തോട്ട് ഹി വിൽ ഹാവ് എ ഫൈറ്റ് ഓർ എ ബാറ്റിൽ വിത്ത് ഹിസ് ബ്രദർ ബാലി. അപ്പം തീരുമാനിച്ചു, ശരി ഞാൻ എൻ്റെ ചേട്ടനുമായിട്ടൊരു യുദ്ധത്തിന് പോകാമെന്ന്, ബാറ്റിലിന് പോകാമെന്ന് ഫിക്സ് ചെയ്തു.
അതിനുശേഷം ബാലിയെ പോയി കണ്ടു സുഗ്രീവൻ. സുഗ്രീവൻ ബാലിയെ പോയി കണ്ടു. സോ ആഫ്റ്റർ ദാറ്റ് സുഗ്രീവ വെന്റ് ആൻഡ് ഹി സോ ബാലി. എന്നിട്ട് ബാലിയോട് പറഞ്ഞു, ബാലി ചേട്ടാ, വി വിൽ ഹാവ് എ ഫൈറ്റ്. അപ്പം ബാലിയോട് എന്നിട്ട് പറഞ്ഞു, ഓക്കെ ബ്രദർ, ഐ വോണ്ട് ടു ഹാവ് എ ഫൈറ്റ് വിത്ത് യു. ബാലി ആദ്യമേ ഇത് കേട്ടപ്പോൾ പറഞ്ഞു പറ്റില്ല, ഫൈറ്റ് ഒന്നും പറ്റില്ല. ഹി ഡിഡ് നോട്ട് എഗ്രി. ഓക്കെ, സമ്മതിച്ചില്ല. അപ്പം സുഗ്രീവൻ തിരിച്ച് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യുദ്ധം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ യുദ്ധം ചെയ്യാൻ സമ്മതിച്ചില്ല. ഹി ഡിഡ് നോട്ട് എഗ്രി. അപ്പം then he came back to Lord Ramachandra and said, I told him we will have a fight, but he is not agreeing to me. അപ്പം ഭഗവാൻ പറഞ്ഞു, ഡിഡ് യു സേ പ്രോപ്പർലി? സുഗ്രീവൻ പറഞ്ഞു, യെസ്, ഞാൻ ബാലിയോട് ഐ ടോൾഡ് ബാലി എവറിഥിങ് പ്രോപ്പർലി, ബട്ട് ഹീ ഈസ് നോട്ട് എഗ്രി. ബാലിയോട് ഞാനെല്ലാം പറഞ്ഞു, പക്ഷെ ബാലി സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം ഭഗവാൻ പറഞ്ഞു, ശരി, നീ ഒന്നും കൂടി പോയിട്ട് നീ സ്ട്രോങ് ആയിട്ട് പറ നിനക്ക് ഫൈറ്റ് ചെയ്യണമെന്ന്. So he told, you go one more time and you tell him properly, strongly, that you want to have the battle with him. അപ്പം സുഗ്രീവൻ പറഞ്ഞു, ശരി, ഭഗവാൻ പറഞ്ഞതാണ്, ഞാൻ ഒന്നും കൂടി പോയി പറയാം, എനിക്ക് ബാറ്റിൽ ചെയ്യണമെന്ന്. And this time God said, Lord Ramachandra said him. രാമചന്ദ്രൻ സുഗ്രീവനോട് പറഞ്ഞു, ശരി, ഞാൻ നിന്നെ സഹായിക്കാം. അപ്പം സുഗ്രീവൻ ചോദിച്ചായിരുന്നു, ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞ പോലെ ഞാൻ ബാലിയോട് പറയാം, പക്ഷെ ഭഗവാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം. അതായത് ബാറ്റിൽ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. സോ സുഗ്രീവ ആസ്ക്ഡ് ഭഗവാൻ Lord Ramachandra that he want Lord Ramachandra to help him to win the battle, and God has agreed to him. അപ്പോൾ അതിനുശേഷം he again went and said to Bali that we will have this fight. അതെല്ലാം കഴിഞ്ഞ് ഒന്നും കൂടി ചെന്ന് ബാലിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇന്ന് ഫൈറ്റ് ചെയ്തേ പറ്റൂ, we will have this fight എന്ന് പറഞ്ഞു. So he told. Then that battle was fixed. They fixed the battle. അപ്പോൾ അവർ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. അതിനുശേഷം യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് യുദ്ധം തുടങ്ങി. So that means after some time the battle started. They fixed the battle. They agreed for the battle and the battle started. ബാറ്റിൽ തുടങ്ങി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങി. സുഗ്രീവൻ വിചാരിക്കാൻ തുടങ്ങി, ഭഗവാൻ അല്ലേ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ്, പക്ഷെ ഭഗവാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ലല്ലോ, വൈ ഹി ഈസ് നോട്ട് ഹെൽപ്പിംഗ് മീ എന്ന് വിചാരിക്കാൻ തുടങ്ങി. സോ സുഗ്രീവ വാസ് തിങ്കിങ്, ദ ബാറ്റിൽ ഹാസ് സ്റ്റാർട്ടഡ്, ദിസ് മെനി ടൈം പാസ്ഡ് അവേ ആൻഡ് വൈ ഗോഡ് ഈസ് നോട്ട് ഹെൽപ്പിംഗ് മീ. അങ്ങനെ ഇരുന്നപ്പോൾ വൺ ഡേ ഹി വെന്റ് ആൻഡ് ഹി സെഡ് ടു ഗോഡ്, ദൈവമേ, രാമചന്ദ്രമൂർത്തി, അവിടെ നിന്നല്ലേ പറഞ്ഞ് എന്നെ സഹായിക്കാമെന്ന്, പക്ഷെ എന്താണ് എന്നെ സഹായിക്കാത്തത്? So he went and said to Lord Ramachandra, oh my Lord, dear Lord, you said you will help me, but you are not helping me. അന്നേരം ഭഗവാൻ പറഞ്ഞു സുഗ്രീവൻ്റെ അടുത്ത്, സുഗ്രീവ, നിന്നെ കാണാനും നിന്റെ ചേട്ടൻ ഭാര്യയെ കാണാനും ഒരേപോലെയാണ്. യു ആൻഡ് യുവർ ബ്രദർ ലുക്ക് അലൈക്ക്. നിങ്ങളിൽ ആരാണ് സുഗ്രീവൻ, ആരാണ് ബാലി എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. മീൻസ് സീയിങ് ബോത്ത് ഓഫ് ദം ടുഗദർ, അവർ രണ്ടുപേരും ഒന്നിച്ച് കാണുമ്പോൾ അവരിൽ ആരാണ് ബാലി, ആരാണ് സുഗ്രീവൻ എന്ന് ഭഗവാൻ അറിയാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. സോ ഹി ടോൾഡ്, oh my dear Sugriva, I wanted to help you, but when seeing both of you together, I get confused as to who is Bali and who is Sugriva. Then Sugriva said, okay, I understood the situation. Sugrivan പറഞ്ഞു, ശരി, എനിക്ക് കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് ഭഗവാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ആഫ്റ്റർ ദാറ്റ് ഭഗവാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു, ഞാൻ നിനക്കൊരു മാല തരാം, നീ ആ മാല നിന്റെ കഴുത്തിലിടണം, ഇതുപോലെ നീ ആ മാല നിന്റെ കഴുത്തിലിടണം, ഇട്ടതിന് ശേഷം നീ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പം he told, Lord Ramachandra told Sugriva, I will give you a garland. You will put that garland in your neck like how we put our garlands. Similarly, you will put that garland mala in your neck and you will go for the fight or the battle. സുഗ്രീവ agreed. സുഗ്രീവൻ അതൊക്കെ സമ്മതിച്ചു. ഭഗവാൻ പറഞ്ഞു എല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എല്ലാം സമ്മതിച്ചു. ഓക്കെ, ഡബിൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയി. അതെല്ലാം കഴിഞ്ഞ് ബാറ്റിൽ തുടങ്ങി. പിന്നെയും ബാറ്റിൽ തുടങ്ങി. ഇത്തവണ ഭഗവാൻ അവിടെ ചെന്നപ്പോൾ ഭഗവാൻ നോക്കിയപ്പോൾ ഒരാളുടെ കഴുത്തിൽ മാലയുണ്ട്, ഒരാളുടെ കഴുത്തിലില്ല. അപ്പോൾ ഇത് മാലയിട്ട ആളാണ് സുഗ്രീവന് ഭഗവാന് മനസ്സിലായി. സോറി. അപ്പോൾ വാട്ട് ഹാപ്പൻഡ് വാസ് ലൈക്ക്, when he, after some time, he went for seeing, he went to that battle place as he had promised to Sugriva, and then he saw one person is wearing that garland and other person is not wearing.
Then he understood the one who is wearing the garland is Sugriva and the one who is not wearing the garland is Bali. ആ ഭഗവാൻ അത് മനസ്സിലായി. ഭഗവാൻ എന്ത് ചെയ്തു? ഒരു മരത്തിൻ്റെ ബാക്ക് സൈഡിൽ പോയി ഹൈഡ് ചെയ്ത് നിന്നിട്ട് ഈ അമ്പ് ചെയ്യാൻ വിചാരിച്ചു. സോ ഹി വെൻറ്റ്, he stood back of a tree and he started aiming for Bali. Like for doing archery, he was aiming at Bali standing behind a tree. അതിനുശേഷം ഭഗവാൻ ബാലിനെ അമ്പ് ചെയ്ത് വീഴ്ത്തി, അമ്പ് ചെയ്ത് കൊന്നു. So what happened? He stood back of that tree and he did archery and he killed Bali. He killed Bali. അപ്പോൾ ബാലിനെ കൊന്നു. So what happened? Sugriva won. ഭഗവാൻ പറഞ്ഞ പോലെ സുഗ്രീവനെ വിജയിപ്പിച്ചു. Like as he said, he gave victory to Sugriva. After these things happened, after a long time, what happened? One day, that tree behind which Lord Ramachandra hid, that particular tree, that tree was crying so much and it was praying to God. It was telling to God, because you stood behind me and you killed Bali, everyone is considering me to be very negative, or they are considering me to be inauspicious. അതായത് ഭഗവാൻ എൻ്റെ പുറകിൽ നിന്നിട്ടാണ് ബാലിയെ അമ്പ് ചെയ്ത് കൊന്നത്. അതുകൊണ്ട് ആളുകൾ എന്നെ മോശമായിട്ടും എന്നെ ഇൻഓസ്പീഷ്യസ് ആയിട്ടും കൺസിഡർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഭഗവാനെ, നീയാണ് എൻ്റെ ബാക്കിൽ വന്ന് നിന്ന് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും എന്നെ മോശം വാക്ക് പറയാൻ തുടങ്ങി. ഞാൻ ഒരാളെ കൊല്ലാൻ സഹായിച്ചവളാണെന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. സോ ഇറ്റ് സെഡ് that everyone is telling you helped God for killing a person, you cheating, you did a wrong thing എന്നൊക്കെ പറഞ്ഞു. So that's what everyone said to that tree. Later that tree is called as Kani. That tree is called as Konna. That tree is called as Konna. In our language we call it Konna. So ആ മരത്തിനെയാണ് നമ്മൾ കൊന്നമരം എന്ന് പറയണേ. അതായത് കണിക്കൊന്ന വിരിയുന്ന ആ മരത്തിന് പേരാണ് കൊന്നമരം. So in that tree, that yellow color flower comes, that is called Kanikkanna, and that's the story behind it. So what happened? That particular tree, it was crying so much. It was telling to God all her problem, what happened and all. Then what happened was, God replied to that tree and said, "Oh my dear tree, don't be sad. നീ വിഷമിക്കേണ്ട, നീ കരയല്ലേ, നീ ഞാൻ പറയണ കേൾക്ക് എന്ന് ഭഗവാൻ പറഞ്ഞു. And God said to that tree, don't worry, there will come a time, ഒരു സമയം വരും, in that time everyone will be worshipping you. അതായത് ഒരു സമയം വരും, ആ സമയത്ത് ഈ ലോകത്തുള്ള എല്ലാവരും നിന്നെ വർഷിപ്പ് ചെയ്യണ ഒരു സമയം വരും എന്ന് പറഞ്ഞു. എന്തിൻ്റെ അടുത്ത്? കൊന്നമരത്തിൻ്റെ അടുത്ത്. So it's God said, do not worry, a time will come when everyone will be worshipping you. And that time is Vishu, when we keep that flower, particular flower, for decorating among the fruits and flowers and other vegetables and everything which is presented to God ultimately. അതായത് അതിന് ശേഷമാണ് ഭഗവാൻ ആ ഒരു വരം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എല്ലാ വിഷുവിനും നമ്മൾ കണിക്കൊന്ന വെക്കാൻ തുടങ്ങിയത്. ആക്ച്വലി ആ കണിക്കൊന്ന വെക്കുന്നതിൻ്റെ പുറകിലുള്ള ഐഡിയൽ സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതാണ് വിഷുവിനെ പറ്റി എനിക്ക് എല്ലാവരോടും പറയാനുണ്ടായിരുന്ന ഒരു സ്മോൾ സ്റ്റോറി. മേ ബി പലർക്കും അറിയാവുന്ന സ്റ്റോറി ആയിരിക്കും, മേ ബി പലർക്കും അറിഞ്ഞുകൂടാത്ത സ്റ്റോറി ആയിരിക്കും. ഞാൻ അറിഞ്ഞൊരു സ്റ്റോറി അല്ല ഇത്. ഞാൻ ഈ റീസെൻ്റ്ലി ആണ് ഇങ്ങനൊരു സ്റ്റോറി അറിയുന്നത് തന്നെ. മീൻസ് I never knew like this is a real story behind why we put that flower. Recently I came to know why we are putting that flower. So I thought it is worth sharing to everyone. Maybe someone who doesn't know can come to know the reason behind it. So ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഒരുപാട് വലിച്ചു നീട്ടി എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. സോ മൈ ഫസ്റ്റ് വീഡിയോ ഐ ആം നോട്ട് മേക്കിംഗ് എവ്രി വൺ ഫീൽ ഡിസ്കംഫർട്ട് ഇൻ ദാറ്റ്. So I am stopping my video here for today. So once again I wish everyone a very happy Vishu. എല്ലാവർക്കും ഒരു നല്ല വിഷു ഞാൻ ആശംസിക്കുന്നു. സോ എൻ്റെ വീട്ടിൽ ഒരുക്കിയ വിഷുക്കണി എല്ലാവരും കാണണ്ടേ? എൻ്റെ വീട്ടിൽ എന്ത് വിഷുക്കണിയാണ് ഒരുക്കിയത്, ഭഗവാനെ ഒരുക്കിയതൊക്കെ എല്ലാവർക്കും കാണണ്ടേ? സോ വിൽ ഗോ ഓൺ ടു ദാറ്റ്.
സോ ഗൈസ്, ഇതാണ് എൻ്റെ വീട്ടിലൊരുക്കിയ വിഷുക്കണി. സോ ആസ് യു ക്യാൻ സീ, വിഷുക്കണിക്ക് നമ്മളിവിടെ പല ടൈപ്പ് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട്, ഒരു ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട്, ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഓർണമെൻറ്റ്സ് വെച്ചിട്ടുണ്ട്, പിന്നെ പൈസ വെച്ചിട്ടുണ്ട്, കണിക്കൊന്ന വെച്ചിട്ടുണ്ട്. ആൻഡ് ഹിയർ വി കം, നമ്മൾ ഭഗവത്ഗീത വെച്ചിട്ടുണ്ട്, ശ്രീമദ് ഭാഗവതം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഭഗവാനെ നന്നായിട്ട് അണിയിച്ചൊരുക്കി വെച്ചിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ വിഷു. എല്ലാവരുടെയും വിഷു ഇതുപോലെ നല്ല ഭംഗിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ഈ അമ്പലം പോലെ പണിഞ്ഞിരിക്കുന്ന സ്ട്രക്ചറിൽ കാണാം. ഇത് ഇവിടെ എൻ്റെ വീട്ടിലുള്ള വിഗ്രഹങ്ങളാണ് ഭഗവാന്റെ. സോ കറുപ്പ് നിറത്തിലുള്ള മുഖത്തിലുള്ള ആളാണ് ജഗന്നാഥ്ജി. വെള്ള നിറത്തിലുള്ള മുഖത്തിലുള്ളത് ബലദേവ്ജി. അവരുടെ രണ്ടുപേരുടെ നടുക്കിരിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള മുഖമുള്ളത് സുഭദ്ര. അതായത് കൃഷ്ണനും ബലരാമനും അവരുടെ സിസ്റ്ററായ സുഭദ്രയുമാണ് അവർ. പിന്നെ അവരുടെ താഴോട്ട് നോക്കിയാൽ രണ്ട് കോർണേഴ്സിലായിട്ടിരിക്കുന്നവർ ലഡുഗോപാലാണ്. പിന്നെ മിഡിലിരിക്കുന്ന അവരുടെ താഴത്തെ തട്ടിൽ നിൽക്കുന്ന രണ്ട് പേര് ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു ആണ്. പിന്നെ ഗുരുപരമ്പരയാണ് ബാക്കി എല്ലാവരും. സോ ദിസ് ഈസ് മൈ വിഷു. ഇതാണ് എൻ്റെ വിഷു. സോ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ.